ഫുട്ബോൾ ലോകത്തെ ത്രില്ലടിപ്പിക്കുന്ന രണ്ടാം റൗണ്ട് മത്സരങ്ങൾക്ക് വേൾഡ് കപ്പിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന നെതർലാൻഡ് സ്വീഡൻ പോരാട്ടത്തിൽ ഓറഞ്ച് പട സ്വീഡനെ ഗോളിൽ മുക്കുന്ന പ്രകടനമാണ് നടത്തിയത്. വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഫേവറേറ്റുകളായി വന്ന നെതർലാൻഡിന് ആദ്യ മത്സരത്തിൽ ജപ്പാനോട് സമനിലയായിരുന്നു ഫലമെങ്കിൽ രണ്ടാം മത്സരത്തിൽ സ്വീഡനെ ഗോളിൽ മുക്കിയുള്ള തകർപ്പൻ വിജയമാണ് നെതർലാൻഡ് സ്വന്തമാക്കിയത്. പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു ഓറഞ്ച് പടയുടെ വിളയാട്ടം. വേൾഡ് കപ്പിനെ വിറപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം നടത്തിയിരിക്കുകയാണ് വമ്പന്മാരായ നെതർലാൻഡ്. 1-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു നെതർലാൻഡിന്റെ തകർപ്പൻ വിജയം. 5-1 വിജയത്തോടെ നെതർലാൻഡ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരാവുന്നു. മത്സരത്തിന്റെ 5-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. നെതർലാൻഡ് താരം ബ്രോബിയുടെ തകർപ്പൻ ഫിനിഷിംഗ്. മത്സരത്തിന്റെ വലത് മൂലയിൽ നിന്നും ഗ്യാക്പോയുടെ നിലം പറ്റിയ ക്രോസ്. ബോക്സിലേക്ക് ഓടിയെത്തിയ ബ്രോബി സ്വീഡൻ പ്രതിരോധത്തെ അനായാസം മറികടന്നുകൊണ്ട് പന്തിനെ ഗോൾവലയിലേക്ക് തട്ടിയിടുകയായിരുന്നു. സ്വീഡന്റെ പ്രതിരോധത്തിനിടയിലൂടെ എത്തുന്ന ഒരു മികച്ച വൺ ടച്ചിലൂടെ തന്നെ ബ്രോബി പന്തിനെ ഗോൾവലയിൽ എത്തിച്ചു. പിന്നീട് മത്സരത്തിന്റെ 17-ാം മിനിറ്റ്. ഇത്തവണ ക്രോസ് വന്നത് വലത് വിങ്ങിൽ നിന്നാണ്. ഇത്തവണയും ഗോൾ നേടിയത് ബ്രോബി തന്നെ. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലായിരുന്നു ആദ്യത്തേതിന് സമാനമായ 2-ാം ഗോൾ. ഇത്തവണ ബ്രോബിയുടെ സ്ലൈഡിംഗ് ആണ് ഗോളിലേക്ക് കലാശിച്ചത്. ഗോൾ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെ ഒരു ചെറിയ ടച്ച്, ഇതാണ് പന്ത് ഗോൾവലയിൽ എത്തിച്ചത്. അങ്ങനെ മത്സരത്തിന് 17 മിനിറ്റ് ആകുമ്പോഴേക്കും നെതർലാൻഡ് 2 ഗോളുകൾക്ക് മുന്നിൽ. ആദ്യ പകുതിയിൽ മത്സരം 2-0. അങ്ങനെ രണ്ടാം പകുതി തുടങ്ങി മത്സരത്തിന്റെ 47-ാം മിനിറ്റിൽ ഗ്യാക്പോ നെതർലാൻഡിനായി വീണ്ടും ഗോൾ നേടുന്നു. ഇത്തവണയും വലതു വിങ്ങിൽ നിന്ന് വന്ന ക്രോസ് സ്ലൈഡിങ്ങിലൂടെ ഗ്യാക്പോ വലയിലാക്കുകയായിരുന്നു. സമാനമായ 3 ഗോളുകൾ കണ്ട പോരാട്ടം. ഗോൾ കീപ്പറെയും മറികടന്നെത്തിയ പന്തിനെ തക്കം പാർത്തിരുന്ന ഗ്യാക്പോ വലയിലേക്ക് ഒരു സ്ലൈഡിങ്ങിലൂടെ തട്ടിയിടുകയായിരുന്നു. ഗോൾ കീപ്പറെ അനായാസം മറികടന്ന പന്തിന് ഗോൾവലയിൽ വിശ്രമിക്കുകയല്ലാതെ വഴിയില്ലായിരുന്നു. അങ്ങനെ മത്സരത്തിന് 47 മിനിറ്റ് ആകുമ്പോഴേക്കും ഓറഞ്ച് പട സ്വീഡനെതിരെ 3 ഗോളിന്റെ വമ്പൻ ലീഡുമായി മുന്നിട്ട് നിന്നു. പിന്നെ 4-ാം ഗോൾ പിറക്കുന്നത് അധികം വൈകും മുമ്പ് മത്സരത്തിന്റെ 54-ാം മിനിറ്റിലാണ്. ഇത്തവണയും ഗോൾ നേടിയത് ഗ്യാക്പോ തന്നെ. മത്സരത്തിന്റെ 54-ാം മിനിറ്റിൽ ബോക്സിലേക്ക് കുതിച്ച ഗ്യാക്പോ ബോക്സിൽ നിന്ന് തന്റെ വലങ്കാല് കൊണ്ട് ബോക്സിന്റെ ഇടത് മൂലയെ ലക്ഷ്യമാക്കിയുള്ള തകർപ്പൻ ഷോട്ട്. ഇത്തവണയും ഗോൾ കീപ്പറെ അനായാസം മറികടന്ന് പന്ത് ഗോൾ വലയിലേക്ക്. മത്സരത്തിന് വെറും 55 മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും ബ്രോബിയും ഗ്യാക്പയും ഇരട്ട ഗോളുമായി കളം നിറയുന്നു. സ്കോർ ബോർഡിൽ 4-0 എന്ന സ്കോറിന് നെതർലാൻഡ് മുന്നിട്ട് നിൽക്കുന്നു. മത്സരത്തിന്റെ 59-ാം മിനിറ്റ്. പകരക്കാരനായി കളത്തിലേക്ക് ഇറങ്ങിയ സ്വീഡന്റെ എലാങ്ക ഒരു തകർപ്പൻ ഗോളുമായി കളം നിറയുന്നു. ത്രൂ ബോൾ സ്വീകരിച്ച് ഓടിയെത്തിയ താരം ഡിഫൻഡേഴ്സിനെ അനായാസം മറികടന്ന് ഗോൾ കീപ്പറെയും കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ബോക്സിലേക്ക് ഒരു ചിപ്പിംഗ് ഗോൾ നൽകുന്നു. ആ ചിപ്പിംഗ് ബോൾ ആണെങ്കിൽ ഗോൾ വലയിൽ ചെന്ന് പതിക്കുന്നു. മത്സരത്തിന് 59 മിനിറ്റ് ആയപ്പോൾ സ്വീഡൻ തിരിച്ചു വരവിനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കുന്നു. പക്ഷേ കനത്ത ഡിഫൻസിന് മുന്നിൽ സ്വീഡന് തിരിച്ചു വരാനായില്ല. മത്സരത്തിന്റെ 89-ാം മിനിറ്റിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ സമർവില്ലയുടെ അവസാന ഗോളും സ്വീഡന്റെ നെഞ്ചകത്ത് അടിച്ച അവസാനാണിയും 89-ാം മിനിറ്റിലാണ് പിറന്നത്. പകരക്കാരനായി കളത്തിലിറങ്ങിയ താരം ബോക്സിലേക്ക് കുതിച്ച് ബോക്സിൽ നിന്നും പന്തിനെ ഇടത്തെ മൂലയിലേക്ക് നിക്ഷേപിക്കുന്നു. ഗോൾ കീപ്പർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഗോൾ കീപ്പറെ അനായാസം കീഴ്പ്പെടുത്തി പന്ത് ഗോൾ വലയിൽ വിശ്രമിക്കുമ്പോൾ സ്കോർ ബോർഡിൽ നെതർലാൻഡ് 5 സ്വീഡൻ 1 എന്നായിരുന്നു. സ്വീഡന് മേലുള്ള വമ്പൻ വിജയത്തോടെ ഗ്രൂപ്പിൽ നിലവിൽ നെതർലാൻഡാണ് 1-ാം സ്ഥാനത്ത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ അവസാന നിമിഷം ഐവറി കോസ്റ്റയ്ക്ക് മുന്നിൽ വിജയം പിടിച്ചെടുത്ത് വമ്പന്മാരായി ജർമ്മനി. 1 ഗോളിന് പിന്നിൽ പോയ ശേഷം ഉണ്ടവിൻ്റെ 68-ാം മിനിറ്റിലെയും 94-ാം മിനിറ്റിലെയും തകർപ്പൻ ഗോളിലൂടെയാണ് ജർമ്മനി ഐവറി കോസ്റ്റയെ കീഴ്പ്പെടുത്തി വേൾഡ് കപ്പിലെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.